നമസ്കാരം. അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല മനോഹരമായൊരു മോഡുലാർ രീതിയിലുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഫ്രണ്ടിലോട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും 3D എലിവേഷനും അതുപോലെ തന്നെ ഫ്രെയിമും കേബിൾ റൂഫും കാര്യങ്ങളൊക്കെ എല്ലാം വന്നുകൊണ്ട് നല്ല മനോഹരമായൊരു എക്സ്റ്റീരിയർ ലുക്ക് വന്നുകൊണ്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്നൊരു വീടാണ് ഈ കാണുന്നത്. നല്ല കളർ കോമ്പിനേഷനും എല്ലാം കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായൊരിതാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഉൾപ്പെടെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് നമുക്കൊരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നൊരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീടിന് വരുന്നത്. നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടാവ് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് വരുന്നത്. തച്ചോട്ടാവ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 600 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് നമുക്ക് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തു, അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. ഒരു ഐ കാച്ചിങ് ഒരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. 750 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് കിടക്കാം. നമുക്ക് കോമ്പൗണ്ടിനകത്ത് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫ്രണ്ട് നമുക്ക് ഒരു സ്ലൈഡിംഗ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിംഗ് ഗേറ്റുമാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കോമ്പൗണ്ടിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വിശാലമേറിയൊരു ഫ്രണ്ടേജ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു സുഖമായിട്ടൊരു 3 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് നമുക്കിവിടെ വരുന്നത്. ഈ കവേർഡ് കാർ പാർക്കിങ്ങിനകത്ത് തന്നെ 2 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് 1 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് നല്ല സ്പേസ് വിട്ടിട്ടാണ് നമുക്ക് വീടെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷന് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ കിണർ നമുക്ക് വരുമ്പോഴത്തേക്കും കാർ പാർക്കിൻ്റെ എതിർവശത്താണ് നമുക്ക് ഈ ഒരു കിണർ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ഗാർഡൻ പ്രൊവിഷനും നമുക്കിവിടെ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഗാർഡൻ പ്രൊവിഷനും ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്ന ഒരു ഏരിയ. നമുക്ക് അടുത്ത് തന്നെ വീടിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമുക്ക് സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് നമുക്ക് വരുമ്പോഴേക്കും 10x4 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഫ്ലോറെല്ലാം തന്നെ നമുക്ക് കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് വരുന്ന മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഫാൻസി ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് നല്ല ഒരു മനോഹരമായ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. നമുക്ക് കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു വിൻഡോ പോലത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്ക് കിച്ചണിലൊന്ന് നമുക്ക് ആരെങ്കിലും വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ആരാണ് വന്നെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല മനോഹര അട്രാക്റ്റീവായി തോന്നുന്ന ഒരു സംഭവം തന്നെയാണിത്. നമുക്ക് ഈ ഒരു കിണറിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സൈഡിൽ നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പൈപ്പ് കണക്ഷനും നമുക്ക് കിണറും ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ വാട്ടർ സോഴ്സാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. ഇത്ര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് രീതിയിലുള്ള ഒരു മെയിൻ ഡോർ ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജിൽ ഈ ഒരു മെയിൻ ഡോർ പണിതിട്ടുള്ളത്. മെയിൻ ഡോർ പണിതിരിക്കുന്നത് നമുക്ക് ഫുൾ പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലാവിൻ തടി നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റെയിൻ ചെയ്തപ്പോഴാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് സ്റ്റെയിൻ ചെയ്ത ഒരു പ്ലാവിൻ തടിയിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൽ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത്. ലിവിങ് ഏരിയയിലോട്ടാണ് നേരെ വന്ന് കയറുന്ന ഒരു ഇത് വരുന്നത്. ഇപ്പോൾ കാണുന്ന പോലെ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയയൊക്കെ നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിവിങ് ഏരിയ വരുമ്പോഴത്തേക്കും 20x16 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് അജീറായിട്ട് നല്ല ക്വാളിറ്റി ടൈൽസ് വരുന്ന മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ വീടിനകത്ത് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. ഒരു വുഡൻ ഫിനിഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഫ്ലോറിംഗ് ആണ് ഇവിടെ കാണുന്ന പോലെ തന്നെ അത് അട്രാക്റ്റീവായിട്ട് തോന്നുന്നല്ല മനോഹരമായൊരു TV യൂണിറ്റ് ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്ക് കാണുമ്പോഴത്തേക്ക് പാനലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്
ഈ ടി വി യൂണിറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് വാൾ പേപ്പറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ടി വി യൂണിറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇത്രയും ഓപ്പൺ ഹൈറ്റ് വരുന്ന ഒരു ലിവിങ് ഏരിയ ആണ്. അപ്പോൾ കാണുന്ന പോലെ തന്നെ മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് വരുമ്പോഴത്തേക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് വേണം ഡെക്കറേഷനായിട്ട് ആ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ആ ചേർന്ന് വരുന്ന ഈ ഒരു ചുമരിൽ മുഴുവൻ ടെക്സ്ചർ വർക്ക് കാര്യങ്ങൾ ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. തൊട്ട് മുകളിൽ തന്നെ നമുക്ക് വീടിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സുഖമായിട്ട് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ഒരു വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് വെച്ചത് കംപ്ലീറ്റ് കവറാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കൊക്കെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രൊഫൈൽ ചാനൽ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ അത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീട് കംപ്ലീറ്റ് നമുക്ക് ഫ്ലോറിങ് വരുമ്പോഴത്തേക്ക് കജേരയുടെ നല്ല ടൈൽസ്, കജേരയുടെ നല്ല മാറ്റ് ഫിനിഷ് ആയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയ നമുക്ക് 18x12 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ഒരു വാഷ് കൗണ്ടർ ഏരിയ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ചുറ്റും അങ്ങറ്റം വരെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. വീട് മുഴുവനും നമുക്ക് 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് വരുന്നത്. 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്കിത് വരുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു കിച്ചൺ വരുന്നത്. നല്ല മനോഹരമായ ഒരു ഓപ്പൺ മോഡൽ കിച്ചൺ തന്നെയാണ് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാർട്ടീഷൻ കബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് ഒരു പാർട്ടീഷൻ കബോർഡ് കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇവിടെ സാധനങ്ങൾ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. ഒരു ഹാങ്ങിങ് ലൈറ്റും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു എൻട്രൻസ്, കിച്ചണിൻ്റെ ഒരു എൻട്രൻസ് വന്നിട്ടുള്ളത്. കിച്ചണിൽ നമുക്ക് വരുമ്പോഴത്തേക്കും കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. 10x10 കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. മോളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. നാനോ വൈറ്റിൻ്റെ ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ സ്ലാബ് യൂസ് ചെയ്തിട്ടാണ് കിച്ചണിൻ്റെ ഈ വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. നമുക്കൊരു ചെറിയൊരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത്. വീട്ടിൽ ആരെങ്കിലും വരുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വിൻഡോ, ഒരു മോഡുലാർ രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ ഉള്ളത്. വർക്ക് ഏരിയ നമുക്ക് 10x6 വർക്ക് ഏരിയ ഡയമെൻഷൻ. സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെ അതുപോലെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് ഏരിയ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. മുകളിലും നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ആണ് ഈ വീടിന് വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം രീതിയിൽ തന്നെ ഒരു മോഡുലാർ രീതിയിലാണ് ഇതെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. വീട് നമുക്ക് 4 ബെഡ്റൂം വരുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോർ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആയ മാറ്റ് ഫിനിഷ് വരുന്ന മുഴുവൻ പാറ്റേൺ ടൈൽസ് ആണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം തന്നെയാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. റൂമിൻ്റെ ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ചുമരിനോട് ചേർന്ന് വരുന്ന ആപ്റ്റായിട്ട് വരുന്ന കളർ കോമ്പിനേഷൻസും കാര്യങ്ങളും യൂസ് ചെയ്താണ് ഈ ഒരു വാർഡ്രോബ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നമുക്ക് ഈ വരുന്ന ബെഡ്റൂം.
ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ തന്നെയാണ് ബാത്റൂം എല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ബാത്റൂം എല്ലാം തന്നെ വന്നിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ആയ ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. മുകളറ്റം വരെ നമുക്ക് സ്റ്റീലിലാണ് ഈ ഒരു ഹാൻഡിൽസ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ എല്ലാം തന്നെ നമുക്ക് സ്റ്റെപ്പെല്ലാം തന്നെ നമുക്ക് മാർബിൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല മനോഹരമായ ഒരു ഡബിൾ മൾട്ടി പാറ്റേൺ കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. തൊട്ട് മുകളിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ചാനലാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും മെയിൻ ഹോളാണ് നമുക്കിവിടെ വരുന്നത്. 24x16 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് 24x16 ഡയമെൻഷൻ വരുന്ന ഒരു ഹോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് ഏറ്റവും ലാസ്റ്റ് ഭാഗം വരുമ്പോഴത്തേക്കും നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഔട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം വീടിനകത്ത് കയറുമ്പോഴത്തേക്കും കണ്ടതുപോലെ തന്നെ ഒരു ഓപ്പൺ ഹൈറ്റ് വരുന്ന ലിവിങ് ഏരിയ വരുമ്പോഴത്തേക്കും നമുക്ക് മുകളിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ ആണ് നമുക്ക് താഴോട്ട് കിട്ടുന്നത്. ഇതെല്ലാം നമുക്ക് ഹാൻഡിൽസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് നമുക്ക് ഹാൻഡിൽസ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് വരുന്ന വുഡൻ പാറ്റേൺ ഫിനിഷ് വരുന്ന മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീട് മുഴുവൻ ഈ ഒരു ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൾട്ടി കളർ പാറ്റേൺ വരുന്ന നമുക്കൊരു വാർഡ്രോബ്സ് നമുക്കിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്ന റൂം. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി ഫിറ്റിങ്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായ വിശാലമായ റൂമും ഒന്നുകൂടെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ പറഞ്ഞതുപോലെ തന്നെ വീട് മുഴുവൻ ഈ ഒരു കജേറിയുടെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ്, മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വരുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് ഈ ഒരു ഡിസൈനാണ് നമുക്ക് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസിനാണ് ഫ്ലോറിനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും നമുക്ക് സ്പോട്ട് ലൈറ്റ് ഈ ഒരു ഫോൾ സീലിംഗ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. 12x12 ഡയമെൻഷൻ വരുന്ന ഈ ഒരു റൂം ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ബെഡ്റൂം വന്നിരിക്കുന്നത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്ന ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി വരുന്നത്. 10x4 ഡയമെൻഷൻ വരുന്ന മെയിൻ ബാൽക്കണിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് ഈ ചുമരിലൊക്കെ നമുക്ക് ഈ വുഡൻ പാറ്റേൺസ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൺഷെയ്ഡിലൊക്കെ നമുക്ക് ഈ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഹാൻഡിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഹാൻഡിൽസ് എല്ലാം നമുക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് നമുക്ക് ഫുള്ള് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഈ ഒരു 2 നില വീട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ 4,750 സെൻറ്റ് സ്ഥലത്ത് 2,500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണിയെടുപ്പിച്ചിരിക്കുന്ന നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന വീട് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 85 ലക്ഷമാണ്. 85 lakhs ആണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.